ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിം വ്ലോഗ്സിനെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ വ്ളോഗെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസുകൾ എടുക്കും, ഒരുപാട് കാര്യം ഷൂട്ട് ചെയ്യും. എല്ലാ കാര്യവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ചിലപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റോറിയുടെ ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ കുറേ പല ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതെ വിടുകയാണ് പതിവ്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റുള്ള ഒരു വീഡിയോ ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഫിറോസ് കുന്നുംപറമ്പിൽ കുവൈത്തിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഫിറോസിൻ്റെ ഒപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും അവസരം ഉണ്ടായിരുന്നു. ഫിറോസ് നല്ലൊരു പാട്ടുകാരനാട്ടോ. അപ്പോൾ ഫിറോസിൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഞങ്ങൾ നാസർ ദീവാനിയ എന്ന് പറയുന്ന നല്ലൊരു ഗായകനുണ്ട് കുവൈത്തിൽ. ഒരുപാട് കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ഒരുപാട് പാട്ടുകൾ പാടുകയും ആൽബങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത ഒരു കലാകാരനാണ് നാസർ ദീവാനിയ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ ഒത്തുകൂടിയിട്ട് ഒരു വൈകുന്നേരം ഒരു ദിവസം രാത്രി ഫിറോസ് കുന്നുംപറമ്പിലുള്ള അന്നത്തെ ആ ഒരു രാത്രി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തുകൂടി പാട്ടും ബഹളവും ഭക്ഷണമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഫിറോസ് കുന്നുംപറമ്പിൽ അടിപൊളി പാട്ടൊക്കെ പാടി അതിനകത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടിയാണ് ഫിറോസിൻ്റെ ഒപ്പമുള്ള ആ 1-2 ക്ലിപ്പിംഗ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, ഫിറോസിൻ്റെ പാട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. നാസർ ദീവാനിയുടെ അടിപൊളി പാട്ടൊക്കെ ഉണ്ട്, അതൊന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, ബൈ. എന്താ വോയിസ് ഗാനമാണ്.
നാസർ ദീവാനിയാണ് ഇപ്പോൾ പാട്ട് പാടുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്, നല്ല പാട്ടും ബഹളവും കച്ചേരിയൊക്കെ ആയിട്ട് നല്ല രസമാണ്. എല്ലാവർക്കും സ്വാഗതമാണ്. പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും നാസർ ദീവാനി വീട്ടിലേക്ക് സ്വാഗതമാണ്. അടിപൊളിയാണ്. ഇപ്പം ഈ കൊറോണയ്ക്ക് ആയതുകൊണ്ടാണ് പോകാത്തത്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നല്ല അടിച്ചു പൊളിക്കായിരുന്നു. അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോ ക്ലിപ്പിംഗ്സ് നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ പാട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ പാട്ടൊക്കെ ഒഴിവാക്കിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുപാട് ഷൂട്ട് ചെയ്യും, ഓരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ കട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റുള്ളൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസുകൾ ഇനിയും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് വീഡിയോസുകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു പാൻഡമിക് സമയത്തിന് മുമ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ആ ഒരു കണ്ടിന്യൂ ആയിട്ട് കുറേ വീഡിയോസുകൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്ന് ബ്രേക്കായി ഈ മറ്റുള്ള വീഡിയോസിലേക്ക്, ന്യൂസ് ടൈപ്പിലുള്ള വീഡിയോസിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. പല ആളുകളും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സിനെ കൊടുക്കുന്ന പോലുള്ള ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് തരണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും, പെട്ടെന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത നല്ല വീഡിയോസും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.